മറ്റു വീഡിയോസിന്റെ വ്യൂസിനെ ഒരിക്കലും അത് നമുക്ക് ബാധിക്കില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പോഡ്കാസ്റ്റും ലൈവും എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യിപ്പിക്കാനായിരിക്കും സഹായിക്കുക എന്നാണ് യൂട്യൂബിന്റെ ഒന്നാമത്തെ അപ്ഡേറ്റ്. ഇനി നോക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ്. നമ്മളൊരു ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഒരു ചാനലിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ അതിനനുസരിച്ചുള്ള വ്യൂസ് ഒന്നും വരാതിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ സാധാരണയായിട്ട് വരുന്ന ഒരു സംശയമാണ്, നമ്മുടെ ചാനൽ ഡെഡ് ആയിട്ടുണ്ടാകുമോ, ഫ്രീസ് ആയിട്ടുണ്ടാകുമോ എന്നൊക്കെ. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലും ഡെഡ് ആവുകയോ ഫ്രീസ് ആവുകയോ ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ്. അതായത് നമ്മുടെ ചാനലിൽ ഇടുന്ന കണ്ടന്റിനെ അനുസരിച്ചാണ് നമ്മുടെ ചാനൽ ഗ്രോ ആവുകയും വ്യൂസ് ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ അപ്ഡേറ്റ് പ്രകാരം ഒരു ചാനലും ഫ്രീസ് ആവുകയോ ഡെഡ് ആവുകയോ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും അതിന് വ്യൂസ് വരാത്തത്? അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. വ്യൂസ് വരാത്ത ചാനലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് അതിൽ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ വീഡിയോ സെക്ഷൻ എടുക്കുക. വീഡിയോ സെക്ഷൻ എടുത്തതിന് ശേഷം അവിടെ പോപ്പുലർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ വീഡിയോയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതേ തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ റിപ്പീറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടേയിരിക്കുക. അതേ കണ്ടന്റിനെ എടുത്ത് കോപ്പി ചെയ്തിടാനല്ല പറയുന്നത്, അത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ ഇടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ്. നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് ഒന്നും മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല. അതായത് യൂട്യൂബ് നോക്കുന്നത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിലുള്ള വീഡിയോസ് കാണുന്നുണ്ട് എന്നാണ്. ഇങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും ജെന്യൂൻ ആയിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. പൈസ കൊടുത്തിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ചാനലിലുള്ള വീഡിയോസ് ഒന്നും കൃത്യമായിട്ട് കാണുകയില്ല. ഇത്തരത്തിൽ കുറുക്കു വഴിയിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്ന ചാനലുകളെ തിരിച്ചറിയാൻ കൂടിയാണ് യൂട്യൂബിന്റെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ്. ഇനി നോക്കാം നാലാമത്തെ അപ്ഡേറ്റ്. നിങ്ങളുടെ ചാനലിൽ ഒരു പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ റാങ്കിങ്ങിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് യൂട്യൂബിൽ മുൻപൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം യൂട്യൂബിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോസിൽ ഓരോ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് അതിന്റെ കമ്മീഷൻ നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റിനെ തന്നെ ആ വീഡിയോയിൽ തന്നെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ റാങ്കിങ്ങിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള 100 വീഡിയോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് വീഡിയോസ് ആണോ ആ വീഡിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ റാങ്കിങ്ങിലേക്ക് വരിക. ഇനി നമുക്ക് നോക്കാം അഞ്ചാമത്തെ അപ്ഡേറ്റ്. നമ്മുടെ ചാനലിൽ വാച്ച് ടൈമും CTR കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ചാനലുകളിൽ 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം 5 മിനിറ്റും 10 മിനിറ്റ് ഒക്കെ നീട്ടി അവസാനമായിരിക്കും ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ചാനലിലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ വാച്ച് ടൈം കൂടും. അതിനനുസരിച്ച് തന്നെ യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് ആ ചാനലിനെ കയറ്റിവിടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട്. ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ യൂട്യൂബിന്റെ അൽഗോരിതം പ്രകാരം ഗ്രോ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ബോറടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു പരിപാടി ഇനി യൂട്യൂബ് സമ്മതിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് യൂട്യൂബ് മനസ്സിലാക്കുക? അപ്പോൾ സെയിം ന്യൂസ് കുറെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 10 മിനിറ്റുള്ള വീഡിയോസ് ഉണ്ടാവും, 2 മിനിറ്റുള്ള വീഡിയോസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം ലഭിച്ചിരിക്കുക 10 മിനിറ്റുള്ള വീഡിയോസ് തന്നെയായിരിക്കും. ആ ഒരു വീഡിയോസ് തന്നെയായിരിക്കും യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് വരും. എന്നാൽ യൂട്യൂബ് ശരിക്കും റെക്കമെൻഡ് ചെയ്യേണ്ടത് 2 മിനിറ്റിൽ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പറഞ്ഞിരിക്കുന്ന ആ വീഡിയോസ് ആണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് എങ്ങനെ മനസ്സിലാക്കും? ആ വീഡിയോസിൽ വന്നിരിക്കുന്ന ലൈക്ക്, ഷെയർ, കമന്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് യൂട്യൂബ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. യൂട്യൂബ് അതിനനുസരിച്ചായിരിക്കും വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ന്യൂസ് ചാനലുകൾ